ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെയുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കണം കേട്ടോ. മക്കളെ സ്കൂളിൽ പോകും കഴിഞ്ഞാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീടിൻ്റെ ആകെ ക്ലീൻ ചെയ്തതിന് ശേഷം കിച്ചണും ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെക്കൽ. പിന്നെ ഞാൻ വീഡിയോ എടുക്കാനുള്ള കാരണം ആദ്യം കിച്ചണ് കംപ്ലീറ്റ് ക്ലീനാക്കി ചോറിനുള്ള വെള്ളം കൂടി ഒന്ന് അടുപ്പത്ത് വെച്ചെടുത്തിക്കണം. എന്നിട്ടാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങിനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ടേബിൾ ഡെയിലി യൂസ് ചെയ്യാത്ത കാരണം എന്നും ഇതുപോലെ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യം ഇതുപോലെ ഒരു ഗ്ലാസ് ക്ലീനർ വെച്ചിട്ട് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യും. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇപ്പോൾ പുതിയൊരു ഓപ്ഷൻ ഉണ്ട് ഹൈപ്പ്, അപ്പോൾ അതും കൂടി ചെയ്യാം കേട്ടോ. പിന്നെ ഈ ഒരു വാശേരിയും അങ്ങനെ തന്നെ പുറത്താണ് യൂസ് ചെയ്യൽ. അത് കാരണം ഇതും ഡെയിലി അങ്ങനെ കഴുകേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നാലും അതിൻ്റെ ആ ഒരു കൗണ്ടർ ടോപ്പിൽ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചു. പിന്നെ മക്കൾ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആദ്യം ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ഇതുപോലുള്ള വീടിൻ്റെ ഉള്ളിൽ മൊത്തത്തിൽ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. എന്തായാലും സ്കൂളിലേക്ക് പോകുമ്പോൾ എന്തായാലും ആകെ മെസ്സി ആയിട്ട് കിടക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് വീട് മൊത്തത്തിൽ ക്ലീൻ ആക്കിയതിന് ശേഷമാണ് പിന്നെ കിച്ചണിൽ പോയിട്ട് കിച്ചണും ക്ലീൻ ആക്കും. എന്നിട്ട് പിന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും. അപ്പോൾ നല്ലൊരു ആശ്വാസമാണ് കേട്ടോ വീട് മൊത്തത്തിൽ ക്ലീൻ ആയിട്ട് പിന്നെ കിച്ചണിൽ നിൽക്കുമ്പോൾ. അങ്ങനെ അകത്തുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ സിറ്റ് ഔട്ടും കൂടി ഒന്ന് അടിച്ചുവാരി തുടക്കാനും അതിൻ്റെ ഒരു തിണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകാനും ഒക്കെ ഉണ്ട്. അകം പിന്നെ ഞാൻ നമ്മളെ റോബോട്ടിക് മോപ്പ് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് കേട്ടോ തുടക്കൽ. അപ്പോൾ സിറ്റ് ഔട്ട് ഇതുപോലെ തന്നെ നല്ലപോലെ ഒന്ന് തുടച്ചിടുകയാണ്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതാ ലഞ്ചിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണ്. ഇന്ന് കറി പിന്നെ ഇന്നലത്തെ മുളകിട്ട കറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കറി വെക്കണില്ല. ഉപ്പേരി കൂർക്കയാണ്. അത് ഇന്നലെ ക്ലീൻ ചെയ്ത് വെച്ച കാരണം അത് കുക്കറിൽ ഇട്ടെടുത്തിട്ടുണ്ട് ഒരു 2 വിസിലടിക്കാൻ വേണ്ടിയിട്ട്. പച്ചമുളകും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് പിന്നെ ചെറിയ ഉള്ളി ഇട്ടിട്ട് അങ്ങനെ വറവിട്ടെടുക്കുകയാണ് ചെയ്യുക. പിന്നെ മീൻ മസാല തേച്ചത് ഫ്രിഡ്ജിലുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും വേണം. ഇനിയിപ്പോൾ ഇതാ മീൻ ഫ്രൈ ചെയ്യാൻ വെച്ചിരിക്കണ്, ഉപ്പേരി തൂമിക്കാനും വെച്ചിരിക്കണം. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.